തോരാതെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പലയിടങ്ങളിലും 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. നാളെ മുതൽ 3 ദിവസം വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പുകളിലേക്കാണ് നമ്മൾ വിശദമായി കടക്കുന്നു. വടക്കൻ കേരളത്തിലാണ് മഴ തീവ്രമാവുക. ഇപ്പോൾ പ്രേക്ഷകർക്ക് അലർട്ടുകൾ നമ്മുടെ സ്ക്രീനിൽ കാണാം. മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇന്നും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുനിഷ അയ്യലൂർ നമുക്കൊപ്പം ചേരുകയാണ്. സുനിഷ അയ്യലൂർ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ചുവന്ന് കിടക്കുകയാണ്. ഇപ്പോഴും മഴ തോരാതെ പെയ്യുകയാണോ? മഴക്കെടുതികളാണോ പലയിടത്തും? അടുത്ത മണിക്കൂറുകളിൽ എങ്ങനെയാണ് കാലാവസ്ഥ? സുജയ, കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴ ഇപ്പോഴും നിർത്താതെ പെയ്യുകയാണ് മലബാർ മേഖലകളിലൊക്കെ തന്നെയും. അതുതന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രവും പറയുന്നത്. വരുന്ന ദിവസങ്ങളിലും ഇന്നും ഇങ്ങനെ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പറയുന്നത്. പലയിടങ്ങളിലും ശക്തമായ മഴ ഇപ്പോഴും ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അലേർട്ട് പ്രകാരം, ഏറ്റവും പുതിയ അലേർട്ട് പ്രകാരം കണ്ണൂരും കാസർഗോഡും ഒപ്പം തന്നെ കോഴിക്കോട്, വയനാട് ഈ 4 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ അലേർട്ട് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് റെഡ് അലേർട്ട് ആണ് എന്നുള്ളതിനപ്പുറം വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. പ്രധാനമായും വടക്കൻ കേരളത്തിലാണ്. കണ്ണൂർ മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകൾക്കാണ് വിവിധ ദിവസങ്ങളിൽ നാളെ മുതൽ അങ്ങോട്ട് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശിന് മുകളിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. സുജയ നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രിയാത്ര അടക്കമുള്ളവ കൃത്യമായും നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കണം എന്നതുകൂടി ഈ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഈ തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം. ഇന്നും ഈ കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ഈ കടലിൽ പോകുന്നതിനും മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അത് 20 വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്തുള്ളവർ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അറിയിച്ചിട്ടുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് സുനിഷ അയ്യലൂരാണ്. മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, പേടിക്കേണ്ട, ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. മഴ കനക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്.